നമ്മുടെ തൃശ്ശൂരിലെ മണ്ണമ്പേട്ടയുള്ള ഒരു ഫാമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിപ്പോൾ വരുന്നത് കേട്ടോ. ഹലോ, വെൽക്കം ടു ഏഞ്ചൽ ഹോംസ് തൃശ്ശൂർ. ഏഞ്ചൽ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഫാമിലേക്ക് വന്നു ചേരാനായിട്ട് കേരളത്തിൻ്റെ എല്ലാ ഡിസ്ട്രിക്റ്റിൽ നിന്നും വരാൻ പറ്റും. തൃശ്ശൂർ ഭാഗത്തുനിന്ന് വരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരെ എറണാകുളം ഭാഗത്തേക്ക് ആമ്പലൂർ എന്ന സ്ഥലത്ത് വരുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന റൂട്ടിൽ മണ്ണമ്പേട്ടയിലെത്താം. അതുപോലെ എറണാകുളം ഭാഗത്തു നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ചാലക്കുടി കഴിഞ്ഞ് പുതുക്കാട് എത്തി കഴിയുമ്പോൾ നെക്സ്റ്റ് സ്റ്റോപ്പാണ് ആമ്പല്ലൂർ. അവിടെ നിന്ന് റൈറ്റ് തിരിഞ്ഞ് ചിമ്മിനി ഡാമിലേക്ക് പോകുന്ന വഴിയിൽ മണ്ണമ്പേട്ടയിലെത്താം. അതുപോലെ പാലക്കാട് ഭാഗത്തു നിന്നായാലും മണ്ണൂത്തി ഭാഗത്തു നിന്നായാലും നേരെ വന്ന് പാരേക്കര ടോള് കഴിഞ്ഞ് ആമ്പല്ലൂർ എത്തി കഴിയുമ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മണ്ണമ്പേട്ടയിലെത്താം. മണ്ണമ്പേട്ടയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് കഷ്ടിച്ചൊരു 2 കിലോമീറ്റർ പോയി കഴിയുമ്പോഴാണ് നമ്മുടെ ഈ ഫാമുള്ളത്. ഈ ഫാമിലേക്കുള്ള എല്ലാ റോഡും നല്ല വീതിയുള്ളതും ഒരു ശല്യവും ഇല്ലാത്ത റോഡാണ്. ഈ ഫാമിലേക്കുള്ള വഴി കണ്ടില്ലേ, എന്തോരം വീതിയുള്ളതാണ്. അതുപോലെ ചുറ്റും നല്ല നല്ല വീടുകളുള്ളതാണ്. ഒരു ശല്യമില്ലാത്ത നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലത്താണ് ഈ ഫാമുള്ളത്. അങ്ങനെ നമ്മൾ വീതിയുള്ള റോഡിലൂടെ വന്ന് നമ്മുടെ ഫാമിലേക്കുള്ള ഏറ്റവും അടുത്ത റോഡിലേക്ക് എത്തി. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഫാമിലേക്ക് എത്തി. നമ്മുടെ ഈ ഫാം സ്ഥിതി ചെയ്യണത് 2.25 ഏക്കർ സ്ഥലത്തിലാണ്. ഈ 2.25 ഏക്കർ സ്ഥലത്തിൽ 1.25 ഏക്കർ സ്ഥലം കരഭൂമിയാണ്. ഈ കരഭൂമിയിൽ തെങ്ങുകളും കവുങ്ങുകളും മറ്റ് ഫലവൃക്ഷങ്ങളും എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഫാമിൻ്റെ ആരംഭം മുതൽ ഫാം എത്തുന്നവരെ നല്ല വീതിയിൽ കോറി വേസ്റ്റ് ഇട്ട് ഗതാഗത യോഗ്യമാക്കിയിട്ടുള്ള നല്ല വീതിയുള്ള റോഡുണ്ട്. ഈ കാണുന്നതാണ് 1.25 ഏക്കർ പാടം. ഈ കരഭൂമിയോട് ചേർന്നിട്ടുള്ളതാണ് ഈ പാടം. ഈ ഫാം നോക്കി നടത്തുന്ന 2 ഫാമിലിക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ഇതിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫാം ഒന്ന് കണ്ടാലോ? അതിലുള്ള പശുക്കളെയും അതിലെ സംവിധാനങ്ങളെല്ലാം നേരിട്ട് കണ്ടു പഠിക്കാം. ഈ ഫാമിൽ ഇപ്പം മൊത്തം 74 പശുക്കളാണുള്ളത്. ഈ 74 പശുക്കൾ ഇപ്പോൾ കറക്കുന്നത് 48 എണ്ണമാണ്. ഈ 48 എണ്ണത്തിന് കാലത്തും ഉച്ചയ്ക്കും കറക്കും. പുലർച്ചെ 2 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇതിൻ്റെ ടൈമിംഗ് വെച്ചിട്ടുള്ളത്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ പശുക്കളുടെ കാര്യങ്ങൾ മുഴുവൻ നോക്കാനായിട്ട് 2 ഫാമിലീസ് ഉണ്ട് സ്ഥിരമായിട്ട്. ഒരു പശു ഫാം ക്ലീൻ ചെയ്യാനായിട്ട് സമൃദ്ധിയായിട്ട് വെള്ളം ആവശ്യമാണ്. ഇവിടെ സമൃദ്ധിയായി വെള്ളം കിട്ടുന്ന കിണറും ഉണ്ട്, ഒരു ബോർവെല്ലും ഉണ്ട്. പശുക്കളെ കറക്കാനായിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെയുണ്ട്. മെഷീനും ഉണ്ട്, അത് ക്യാരി ചെയ്യാനുള്ള പാത്രങ്ങളും ഉണ്ട് ഇവിടെ. ഈ പശു ഫാമിൽ നിന്ന് ഡെയിലി ആവറേജ് ഒരു 600 ലിറ്റർ പാല് കിട്ടുന്നുണ്ട്. 300 ലിറ്റർ കാലത്തും, അതായത് പുലർച്ചെ 2 മണിക്ക് കറക്കുമ്പോഴും, പിന്നെ 300 ലിറ്റർ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് കറക്കുമ്പോഴും. ഈ ഫാം വളരെ ഹൈജീനായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ കറക്കുന്ന പശുക്കൾ 48 എണ്ണമാണുള്ളത്.
10 കുട്ടികളുണ്ട്, കിടാങ്ങളുണ്ട്. ഈ പശു ഫാമിൽ 70% പശുക്കളും HFL കാറ്റഗറിയിലുള്ളതാണ്. ബാക്കിയുള്ളതിൽ ഒരു ജേഴ്സി ക്രോസിങ് ഒരു 25% വരും. മറ്റൊരു 5% മറ്റുള്ള ടൈപ്പിലുള്ള പശുക്കൾ. വേനൽക്കാലത്ത് ഈ പശുക്കളെ ചൂടിൽ നിന്ന് രക്ഷിക്കാനായിട്ട് കൂളിംഗ് സിസ്റ്റവും അതുപോലെ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. ഈ പശു ഫാമിൻ്റെ മുകളിൽ ആട് ഫാമിനും നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആട് ഫാമില്ല കേട്ടോ. ഈ ഫാമിലെ പശുക്കൾക്ക് ആവശ്യമായ തീറ്റകളെല്ലാം പുറമേ നിന്ന് കൊണ്ടുവന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഭാഗത്താണ് ഈ പശു ഫാമിൻ്റെ ചാണകക്കുഴി. ഈ പശു ഫാം നടത്തിക്കൊണ്ടു പോകുന്നത് പ്രോപ്പറായിട്ടുള്ള പഞ്ചായത്തിൽ നിന്നുള്ള ലൈസൻസ് കൊണ്ടാണ്. ഈ ഫാമിലേക്ക് 24 hours പവർ ബാക്കപ്പ് കിട്ടാനായിട്ട് സെപ്പറേറ്റ് ജനറേറ്ററും ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് ചെനയുള്ള പശുക്കളെ വളർത്തുന്നത്. ഇവിടെ 2 ഫാമിലി സ്ഥിരം താമസിച്ച് പശുക്കളുടെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നുണ്ട്. ഈ പശു ഫാമിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഈ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. 7025145309. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഏഞ്ചൽ ഹോംസ്.